എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന്. സൺ കിസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇത്ര ഗ്ലോയിങ്. അപ്പോൾ സാധാരണ അങ്ങനെ ബർത്ത്ഡേക്കൊന്നും പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ആഫ്റ്റർ മാരേജ് ആണ് കേക്ക് പോലും മേടിച്ച് കട്ട് ചെയ്യുന്നത്. ബിഫോർ മാരേജ് കേക്ക് പോലും കട്ട് ചെയ്യൂലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ സ്പെഷ്യൽ ഡേ ആയത് കാരണം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല, അങ്ങനെ ആഘോഷമായിട്ട് ആൾക്കാരെ വിളിച്ച് അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇവിടെ എനിക്ക് അങ്ങനെ വലുതായിട്ട് ആരെയും അറിഞ്ഞൂടാ. അപ്പോൾ ഞാനും ഹസ്ബൻഡും എംറുവും മാത്രമുള്ള ഒരു ചെറിയ ഒരു കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും സാധാരണ എന്തൊക്കെയാണോ വീട്ടിൽ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ബർത്ത്ഡേ ദിവസവും ചെയ്യാറല്ല. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒന്ന് പുറത്ത് പോകണം, കേക്കൊക്കെ മേടിക്കണം, പിന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അത് നേരത്തെ ഷൂട്ട് ചെയ്തതാണ്, അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എന്നെ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തേക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വരുമ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് കാണും, എന്നാലും കുഴപ്പമില്ല. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് സെൻഡ് ചെയ്താൽ മതിയാവും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ആക്ച്വലി ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 16. അന്ന് സാറ്റർഡേ വീക്കെൻഡ് ദിവസം ഞങ്ങൾ അൽത്തക്കിറ ബീച്ചിലോട്ട് പോകുന്നതാണ്. ഞാൻ ചെറിയൊരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നമുക്ക് ഈ ഒരു ബർത്ത്ഡേ വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഫോട്ടോ ഞാനത് ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ സംഭവവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അൽത്തക്കിറ ബീച്ചിൽ പോകുന്ന ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പിന്നെ എമ്രുവിനെ വെച്ചിട്ട് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റീക്ക എമ്രു അല്ലേ ഉള്ളൂ. അപ്പോൾ എമ്രുവിനെ റീക്ക മാനേജ് ചെയ്യും. എനിക്ക് ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അൽത്തക്കിറ ബീച്ച് ചൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആകുമ്പോൾ കുറച്ച് പേരെ കാണുള്ളൂ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൂടുതൽ പേര് വന്നേക്കാം. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ട്രൈപോഡ് പൊക്കിക്കൊണ്ട് നമ്മളിത് അൽത്തക്കിറ ബീച്ചിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പം കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എമ്രുവിനെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവനാണെങ്കിൽ എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെ കടന്ന് മണ്ണൊക്കെ എടുത്ത് വെച്ച് കളിച്ച് മുഖത്തും തലയിലും പുറത്തും എല്ലാം ആക്കി. ഇനി വീട്ടിൽ പോയി എനിക്ക് എക്സ്ട്രാ പണിയാണ് തന്നിട്ടുള്ളത്. ഇവൻ വീട്ടിൽ പോയിട്ട് ഇനി ഇവനെ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അത്രയ്ക്ക് അല്ലുമ്പാണ് ഇവിടെ നിന്ന് കാണിച്ചത്. എന്തോ അയ്യേ എമ്ര നോക്കട്ടെ, നിന്റെ മുഖം നോക്കട്ടെ. എമ്ര മുഖം നോക്കട്ടെ. എമ്ര ഫേസ് കാണിക്ക്. തലയിൽ എന്തോന്ന് പോവണ്ടേ? അപ്പോ നോക്ക്, ഇറങ്ങി നോക്ക് പതുക്കെ. ഞാൻ ആക്ച്വലി ബർത്ത്ഡേക്കുള്ള ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബീച്ചിൽ വന്നത്. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി വിളിച്ചിട്ട് എമ്രു വരുന്നില്ല. എമ്രു കളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് വൈപ്സ് എടുക്കണം. ഫുള്ളും കണ്ടില്ലേ, മണ്ണാക്കി വെച്ചിട്ടുണ്ട് മുഖത്തെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ കാറിൽ വെച്ചിട്ട് വൈപ്സും എടുത്തിട്ട് വരാമെന്നും പറഞ്ഞതാ. കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോയി അതൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകണം. ഞാൻ തിരിച്ചു പോകണ്ട, റീക്കതാ വരുന്നുണ്ട്. എമ്രുവിനെ എടുത്തോണ്ട് എമ്രു കരഞ്ഞോണ്ട് വരെയാണേ. കാണിച്ചു തരാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, എൻ്റെ കവറിലുണ്ടായിരുന്നത് കുറച്ച് 2 ഗ്ലാസും പിന്നെ ആപ്പിൾ ജ്യൂസും ഒക്കെയാണ്. അതൊക്കെ വെച്ച് കുറച്ച് ഈസ്തറ്റിക് ആയിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാമെന്നാണ് വന്നത്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണണേ. ഇന്നിപ്പോൾ 18-ാം തീയതിയാണ്, അതായത് ബർത്ത്ഡേയുടെ തലേന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ജോലിയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന്. കാരണം എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, എമ്രു ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ ഈസി ആവുമല്ലോ. അടുത്ത ദിവസം അതായത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാലേ അടുത്ത ദിവസം നമുക്ക് അതൊക്കെ എടുത്ത് അങ്ങ് കറിയിലൊക്കെ ഇട്ടാൽ മതിയല്ലോ, കട്ട് ചെയ്യണ്ട. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന് കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഡിന്നറിനായിട്ട് ചപ്പാത്തിയും കറിവേപ്പില ചിക്കനും ഒക്കെ ഉണ്ടാക്കി. അപ്പം കറിവേപ്പില ചിക്കൻ്റെ ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം കേട്ടോ. ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കാവേ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. കൊള്ളൂല്ലെങ്കിൽ കൊള്ളില്ല എന്നൊന്ന് പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടിയാണ്. ആരും കൊള്ളൂല എന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് അത്, കറിവേപ്പില പെപ്പർ ചിക്കൻ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ, നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ ഒരു ചെറിയ കുറച്ച് ക്ലിപ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് സവാളയും ചെറിയ ഉള്ളിയും അതുപോലെ തക്കാളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സിയിൽ അരച്ച് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നാളെ എനിക്ക് കുറുമ ഉണ്ടാക്കണം, അതാണ് എൻ്റെ പ്ലാൻ. എപ്പോഴും ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് കുറുമ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചു. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇത് കരിവേപ്പില ചിക്കന് വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കരിവേപ്പില ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്കി ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചായത് കാരണം ടേസ്റ്റി ആയതുകൊണ്ടായിരിക്കണം എൻ്റെ ഹസ്ബൻഡും നല്ലപോലെ കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചു കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും തന്നെ ഇത് തികഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും കാണണേ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ദിവസം എത്തിയിട്ടുണ്ട്. എമ്രൂൻ്റെ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മൊത്തത്തിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്നെയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ദിവസം സ്റ്റാർട്ടിങ്ങിൽ എന്നെ കാണണ്ട, എമ്രൂനെ കണ്ടാൽ മതി. എമ്രൂനെ വെച്ച് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എമ്രു ഇവിടെ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കൊടുത്തു. ഇത് രാത്രി തന്നെ ഞാൻ പിന്നെ തക്കാളി കറിയും കൂടെ വെച്ചേ. കാരണം എന്തെന്ന് വെച്ചാൽ കറിവേപ്പില ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രതീക്ഷ പോലെ തികനില്ല. അതുകൊണ്ട് റീക്കാക്ക് അടുത്ത ദിവസം ഓഫീസിൽ കൊടുത്തു വിടണമല്ലോ. അപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തക്കാളി കറി വെച്ച്, ഇതാകുമ്പോൾ എനിക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റീക്കാക്ക് ഉള്ളതൊക്കെ കൊടുത്തുവിട്ട് റീക്ക പോയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ഗീ റോസ്റ്റും തക്കാളി കറിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എമ്രു ദോശയും മുട്ടയൊക്കെ കഴിച്ച് അവനും പാലൊക്കെ കൊടുത്തു. ഇനി അവൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുക്കളയിൽ കയറി ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട്. എന്നാലും ഒരുപാടെന്ന് പറയാനില്ല. തലേ ദിവസം തന്നെ എല്ലാം ചെയ്ത് വെച്ചോണ്ട് എനിക്ക് എൻ്റെ പകുതി കൂടുതൽ ജോലിയും തീർന്ന പോലെയാണ് തോന്നുന്നത്. നിങ്ങളെല്ലാവരും അങ്ങനെയാണോ? എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്പെഷ്യൽ ഡേ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ തലേന്ന് തന്നെ ജോലിയൊക്കെ കുറച്ചൊക്കെ ഒതുക്കി വെക്കാറുണ്ടോ? എനിക്ക് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ, ഈസി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും. സ്പെഷ്യൽ ഡേ ആയിട്ട് ഫുൾ ഡേ അടുക്കളയിൽ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എമ്രുവിനെ കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവൻ്റെ കാര്യങ്ങളും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ ഇനി എനിക്ക് കിച്ചണിൽ പോയി ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടീഷർട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഹെഡ്സെറ്റും കൂടെ അതിൻ്റെ ഇടയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടീഷർട്ട് ഊരി ഹെഡ്സെറ്റൊക്കെ പുറത്ത്, അതിൻ്റെ ഹെഡ്സെറ്റിൻ്റെ വയർ അതെല്ലാം പുറത്തെടുത്തിട്ടിട്ട് വീണ്ടും ടീഷർട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എമ്രുവിനെ അവിടെ ചെയറിലിരുത്തിയിട്ട് ഞാൻ വേഗം വന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇനി കുക്കിംഗ് നമുക്ക് തുടങ്ങാമല്ലോ. മസാലയൊക്കെ പുരട്ടി വെച്ചുകൊണ്ട് ചിക്കനൊക്കെ ഓൾറെഡി കഴുകി മസാലയൊക്കെ തലേന്ന് പുരട്ടി വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പൊരിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് ചിക്കൻ ഉറക്കെഴുന്നേറ്റപ്പോൾ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്തു. ഇതിപ്പോൾ നെച്ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് വായിൽ വരുന്നില്ലല്ലോ. കുറുമ, ചിക്കൻ കുറുമ. എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്ന ചിക്കൻ കുറുമ. അപ്പോൾ ഇത് വെക്കുന്ന റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് കുറച്ച് ഉള്ളിയും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പകുതി സോട്ടായി വന്നാൽ മതിയേ. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നും ഇല്ല, പകുതി സോട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാൻ ഇവിടെ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അതിനുശേഷം ഞാനിത് മിക്സിയിലിട്ട് ചൂടാറിയതിന് ശേഷം നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാഷ്യൂം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇനി ഞാൻ ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിക്കനിലോട്ട് ഈ ക്രാമ്പ്, പട്ട, ഏലക്ക ഇതും പിന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 2-ാം പാലില്ലേ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കുക്കർ അടച്ചു വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഈ കുക്കറിൽ വെക്കുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ട് തുറന്ന് വെച്ചാണെങ്കിലും വേവിക്കാവേ. നെച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എമ്രു അവിടെ ഇരുന്ന് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ എമ്രുവിന് തൽക്കാലം ലഞ്ച് കൊടുക്കാമെന്നും കരുതി ഞാൻ വന്ന് നെച്ചോറ് എമ്രുവിന് കൊടുത്തേ. അപ്പോൾ എമ്രു അതൊക്കെ കഴിച്ചു. ഇനി ഞാൻ കുക്കർ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാനൊരു ഭംഗിയില്ലെങ്കിൽ ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാൻ. നല്ല ഭംഗിയാണ്. പിന്നെ ഭംഗിയിലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതും ഞാൻ യൂട്യൂബിൽ ഒരു റെസിപ്പി നോക്കി ട്രൈ ചെയ്തതാണ്. ഇത് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറുമയുടെ റെസിപ്പി എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കൻ വെന്തതിന് ശേഷം അതിലോട്ട് കുറച്ചും കൂടെ ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവേ. ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും. അതിനുശേഷം ഇനി ഞാൻ ഇതിലോട്ട് 2-ാം പാലല്ല, ആദ്യത്തെ തേങ്ങാപ്പാലില്ലേ നല്ല കട്ടിയുള്ളത്, തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കാഷ്യൂ ഇടുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. കാഷ്യൂ ഇട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി തന്നെയായിരുന്നേ.
പിന്നെ അറ്റ് ലാസ്റ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ തക്കാളി ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തിടണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി ചിക്കൻ കുറുമ, എമ്മി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ നെച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് നെച്ചോറും അതുപോലെ തന്നെ നല്ല എമ്മി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ പ്ലേറ്റിൽ വെച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഞാൻ കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ പൂച്ച ഇരുന്ന് വെയിൽ കൊള്ളുന്ന പോലെ ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളുന്നുണ്ട്, എമ്രു പൂച്ച. അങ്ങനെ അവൻ അവിടെ നിന്ന് കളിക്കട്ടെ, ഗ്യാപ്പിൽ ഞാൻ ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ റീക്കായും എമ്രുവും അല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്താണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എല്ലാം കൂടെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോഴത്തേക്കും ഈവനിങ് ആയപ്പോൾ റീക്ക വന്നിട്ടുണ്ട്. റീക്ക വന്ന സമയമായപ്പോൾ എമ്രു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഇവിടുത്തെ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ തന്ന ഒരു യൂസറിൻ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണല്ലോ, ഇടുമ്പോൾ നമ്മൾ കഴുത്തിലിടണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മുഖത്തും കഴുത്തിലും ഒക്കെ വാരി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ ഉറങ്ങുന്ന സമയം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാനും എനിക്ക് അറിഞ്ഞൂടെ, ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവുമേ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രൈമർ ഇട്ട് കൊടുത്തു. പിന്നെ പ്രൈമർ, ഫൗണ്ടേഷൻ, പിന്നെ എന്തൊക്കെ കോസ്മെറ്റിക്സ് ഉണ്ട് അതെല്ലാം കൂടെ വാരി അങ്ങ് മുഖത്ത് ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷനും പിന്നെ അവസാനം ഫൗണ്ടേഷൻ സെറ്റാനുള്ള പൗഡറും എല്ലാം കൂടെ ഇട്ട്, പിന്നെ ബ്ലഷ്, പിന്നെന്താണ് പിരികം, ഐബ്രോ എല്ലാം, ഐലാഷ് ഒക്കെ ഒന്ന് കേൾ ചെയ്ത് വെച്ച് ഐലൈനറൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഫുള്ളായിട്ട് കെട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇനി എമ്രവും റീക്കായും ഉറക്കം എഴുന്നേറ്റിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ കേക്കൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ ക്യാമറ നോക്കി ചെയ്താൽ നടക്കില്ല. അതുകൊണ്ട് പകുതി കാര്യങ്ങൾ ഞാൻ പിന്നെ ബാത്റൂമിൽ പോയാൽ ശരിയാവില്ല, അവ എഴുന്നേക്കുമല്ലോ. അതുകൊണ്ട് ബാത്റൂമിൽ പോയി മിറർ നോക്കി ഐലൈനർ ലിപ്സ്റ്റിക്കൊക്കെ അവിടെ നിന്ന് ഇട്ടുകൊണ്ടൊക്കെ വന്നേ. എല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടെ, ഇതും ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി ഒരു കുഞ്ഞ് ഇവിടെ ഡേയ്സ് ഒന്ന് മേടിച്ചൊരു ഫാനാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടല്ലേ, നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ഫാൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അതൊക്കെ വെച്ച് ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടണം. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കെട്ടിയതിന് ശേഷം പുതിയൊരു ക്ലിപ്പൊക്കെ സ്പ്ലാഷിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഹെയർ ക്ലിപ്പൊക്കെ വെക്കാം. അങ്ങനെ ഹെയർ ക്ലിപ്പൊക്കെ അതിൽ പലതരത്തിലുള്ള ഹെയർ ക്ലിപ്പുണ്ട്. ഒരെണ്ണം ചൂസ് ചെയ്ത് തലയിലൊക്കെ വെച്ച് ഷോളൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട്, കമ്മലിടാൻ നേരം കമ്മൽ അങ്ങ് പാളിപ്പോയി. ഞാൻ ഇട്ടു എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കമ്മലങ്ങ് ഊരി വീണു. പിന്നെ അതിൻ്റെ ആണിയാണെങ്കിൽ ചെറിയ ഒരു സാധനമാണ്, അതുകൊണ്ട് അത് എവിടെ പോയെന്ന് മുടിയിൽ കുരുങ്ങി കിടന്നു ആദ്യം. പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ ഇട്ടിട്ട് വീണ്ടും അത് ഇളകിപ്പോയി. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് 2 ചെവിയിലും 2 ഇയറിങ്ങും എടുത്തിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എവിടെ പോയി കമ്മലിൻ്റെ ആണി എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്ന് ജ്വല്ലറിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഇതും സ്പ്ലാഷിൽ നിന്ന് മേടിച്ച കുറച്ച് ജ്വല്ലറിയൊക്കെയാണ് ഞാൻ ഇടുന്നത്. അതും ഇപ്പോഴാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ എവിടെ മാൾ ഓഫ് ഖത്താറില്ല എവിടെയൊക്കെ പോയപ്പോൾ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എവിടെ നിന്നൊക്കെയോ മേടിച്ച ഫ്ലാഷിൽ നിന്നാണോ ലൈഫ് സ്റ്റൈലിൽ നിന്നാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ച കുറേ സാധനങ്ങൾ, കുറേ ആക്രി സാധനങ്ങൾ എന്നൊക്കെ പറയാം. അതൊക്കെ ഇട്ട് അപ്പോൾ പറഞ്ഞു അയ്യോ ഇതിട്ടിപ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞ് ഇട്ടിട്ടൊക്കെ പിന്നെ പുറത്തൊക്കെ പോയപ്പം എന്തോ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കോമൻറ്റ് ചെയ്യണേ. ഇതാണ് സംഭവം. അപ്പോൾ ഇത് കുറേ നാളോട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ അപ്പുറത്തെ കയ്യിൽ നമുക്ക് വേറൊരു ബാങ്കിലും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു ആദ്യം ഒരു H&Mൻ്റെ ഒരു ബാഗൊക്കെ എടുത്ത് വെച്ചേ. അപ്പോൾ അത് ഇട്ടപ്പം എനിക്കെന്തോ ചേരാത്ത പോലെ തോന്നിയോണ്ട് പിന്നെ ഞാൻ മാറ്റിയിട്ട് വേറൊരു ബാഗ് R&B മേടിച്ചൊരു ബാഗാണ്. അത് ഇപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ചതേ ഉള്ളൂ. അതൊക്കെ ഇട്ട് ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് ബോഡി സ്പ്രേ ആണ്. ബോഡി സ്പ്രേ പ്ലസ് ഹെയർ സ്പ്രേ ആണ്. അപ്പം നല്ല മണമാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഡെലിവറി ടൈമിൽ ഈ പെർഫ്യൂമിനോടുള്ള ഇഷ്ടമൊക്കെ പോയതാണ്. അതിനുശേഷം ഇതുവരെയും എനിക്ക് തിരിച്ച് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പെർഫ്യൂം കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെയറിലും അടിച്ചു, പിന്നെ ഷോളൊക്കെ ഇട്ടു, ബാഗൊക്കെ എടുത്ത്. ഇതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞില്ല R&B എടുത്ത ബാഗ്. പിന്നെ ചെരുപ്പ് ഞാൻ കാണിച്ചല്ലോ. ചെരുപ്പ് ഞാൻ എവിടെ മാൾ ഓഫ് ഖത്താറിൽ ഓഫറിലെന്തോ എവിടെന്നോ എടുത്തതാണ്, എനിക്ക് ഓർമ്മയില്ല എവിടെ നിന്ന് എടുത്തതെന്ന്. അങ്ങനെ അതൊക്കെ ഇട്ട് എല്ലാം ഫൈനലി ഞാനിതാ ബർത്ത്ഡേ ഗേൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കോമൻറ്റ് ചെയ്യണേ. ഡ്രസ്സ് ഇത് സ്പ്ലാഷിൽ നിന്ന് എടുത്തതാണ്. കഴിഞ്ഞ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല. ഞാൻ ആ സമയം നാട്ടിലായിരുന്നു. അപ്പോൾ എമ്രുവിന് ഒരു 5-6 മാസമേ ആവുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയമാണ്. റീക്ക ഇവിടെ ഖത്തറിലായിരുന്നു. സോ നമ്മളങ്ങനെ പ്രത്യേകിച്ച്
കേക്ക് മേടിക്കലോ അങ്ങനെ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന് മുന്നേ ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറുതായിട്ട് കേക്കൊക്കെ മേടിച്ചു. അതുപോലെ ഫസ്റ്റ് വെഡ്ഡിങ് കഴിഞ്ഞ് വന്നപ്പോഴുള്ള ബർത്ത്ഡേക്കും ഇതുപോലെ തന്നെ കേക്കൊക്കെ മേടിച്ചു. പിന്നെ സീലൈൻ ബീച്ചിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരിടവും പോകുന്നില്ല. കേക്ക് മേടിക്കാൻ പോകണം, അതാണ് മെയിൻ. കേക്ക് ഇതുവരെ മേടിച്ചില്ല, ഇന്ന് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. റീക്കാക്ക് ഓഫീസുള്ള ഒരു ദിവസം ആയത് കാരണം നമ്മൾ ഈവനിങ് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ എമ്രു നല്ല ഉറക്കത്തിലാണ്. ആ സമയമാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തത്. കണ്ടിരുന്നല്ലോ അല്ലേ. പിന്നെ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പായസം വെക്കണം. പായസത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ ഭയങ്കര മടി. കാരണം നേരത്തെ കുക്കിംഗ് ചെയ്തതിൻ്റെ പാത്രങ്ങൾ പോലും ഞാൻ കഴുകി വെച്ചിട്ടില്ല. കിച്ചണൊക്കെ അല്ലുമ്പായിട്ട് കിടക്കണം. ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്താലേ ഇനി അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അടുത്ത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുക്ക് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പായസം ഉണ്ടാക്കണമെന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, മൂഡ് വരികയാണെങ്കിൽ ഉണ്ടാക്കാം. എങ്കിൽ ഞാൻ അതും കൂടെ കാണിക്കാവേ. നോക്കാം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഭയങ്കര മടി. റെഡിയാക്കി കഴിഞ്ഞപ്പോഴേ പായസം വയ്ക്കാൻ ഭയങ്കര മടിയാവുന്നു. ഞാൻ എന്തായാലും കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കിച്ചൻ്റെ അവസ്ഥ. ആഫ്റ്റർ കുക്കിംഗ്, ലഞ്ച് കുക്ക് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പുറത്ത് വരാം പാത്രങ്ങളാണ്. അല്ല ഇതൊക്കെ ഞാൻ ഇനിയിപ്പം കഴുകുമെന്തോ. ഞാൻ കുക്ക് ചെയ്ത് എൻ്റെ ഈ സ്റ്റൗ വരെ കരിഞ്ഞു പോയി. ഇനി ഇതൊക്കെ ഞാൻ വൃത്തിയാക്കണം. ഇതൊക്കെ എപ്പോൾ ഞാൻ തേച്ച് ഉരച്ച് വൃത്തിയാക്കും എന്തോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് കുറേ സാധനങ്ങൾ ഇവിടെ വലിച്ചു വാരിയിട്ടിട്ടാണ്. ഇനി അതെല്ലാം ഒതുക്കി വെക്കണം. അപ്പം എന്തായാലും ഒരു പായസം മിക്സാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമാണ് പായസം വയ്ക്കാൻ വേണ്ടി. എന്നിട്ടാണ് ഞാൻ മടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും 2 കൽപ്പിച്ച് അങ്ങ് ഇവൻ എന്തായാലും ഉറങ്ങുന്ന എഴുന്നേറ്റില്ല, റീക്കായ ഉറക്കം. അപ്പോൾ എന്തായാലും പായസം വയ്ക്കാം. എമ്രുവിന് ഇഷ്ടമാണ് പായസം. റീക്കാക്കും കൊടുക്കാമല്ലോ, എനിക്കും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പായസം വയ്ക്കാൻ വേണ്ടി കയറി. വളരെ എളുപ്പമാണ്. പാല് കാച്ചിയിട്ട് അങ്ങ് മിക്സ്, ഇത് ബൈ 1 get 1 ഫ്രീ ആയിരുന്നേ. അങ്ങനെ മേടിച്ചതാണ്. ആ മിക്സും മേടിച്ചങ്ങ് അതിലോട്ട് തട്ടിയിട്ട് പായസമൊക്കെ കാച്ചിയെടുത്ത് ഞാൻ തന്നെ ആദ്യം നല്ല ചൂടോടെ കുടിക്കുന്നുണ്ട്. എനിക്ക് ചൂടോടെ കഴിക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാനും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതാണ് ആവി പറക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പായസം. അങ്ങനെ എൻ്റെ രാജാവ് ഇവിടെ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇവിടെ പായസം കൊടുത്തപ്പോൾ ഈ പോരാനിട്ട് ഇനിയും ഒരു പാത്രവും കൂടെ, ഇനി ഒരു ചെമ്പോ കലമോ കൊടുത്താലും കുടിക്കാനുള്ള വയറും വെച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ അവന് ഞാൻ കുറച്ച് കൂടുതൽ പായസമൊക്കെ കൊടുത്ത് നമ്മളിതാ കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേക്ക് അന്വേഷിച്ചിട്ട് കടയോളം കുറേ കടകളിൽ കയറുന്ന കാഴ്ചയാണ്. ഞാൻ വോയിസ് ഓവർ ഇടുമ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നത് ഈ എമ്രു ആണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഇവനെയും വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അൽക്കോറിലുള്ള മിക്ക കടകളിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലായിടവും 1.5 kg കേക്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കഴിക്കാൻ വേണ്ടി അത്രയും വലിയ കേക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ, വേസ്റ്റായി പോകുമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ അതുകൊണ്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് മാളിൽ തന്നെ പോയി. ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി നമുക്ക് അൽക്കോർ മാളിൽ പോവാം, അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ നിൽക്കാം. അപ്പോൾ റീക്ക് നല്ല ടേസ്റ്റുള്ള കേക്കും തപ്പി നടന്നതാണ്, എന്നിട്ടൊന്നും നടന്നില്ല. ഇവിടെ മാളിലൊരു കേക്ക് ആൻഡ് കേക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മളിവിടെ വന്ന് കേക്കൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഞെട്ടുള്ള കേക്കും കൂടെ മേടിച്ചേ. പിന്നെ ക്യാൻഡിലൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവനുള്ളത് കാരണം പിന്നെ അതൊന്നും മേടിച്ചില്ല. ഒരു കുഞ്ഞു കേക്ക് ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ വേണ്ടി മാത്രം. വെറുതെ വേസ്റ്റാക്കി കളയുന്ന എന്തിനാണ്, എപ്പോഴും മേടിച്ചാലും വേസ്റ്റാവും. അതുകൊണ്ട് കേക്കൊക്കെ മേടിച്ചിട്ട് കാറിൽ കൊണ്ട് വെച്ചതിന് ശേഷം നേരെ MRIയിൽ വന്ന് ഇവിടെ വന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് പായസം കുടിച്ചുകൊണ്ട് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ എമ്രുവിന് ഇഷ്ടമുള്ള സ്ഥലത്താണ് അടുത്ത് പോകാൻ പോണത് അല്ലേ എമ്രു? അങ്ങനെ ഫണ്ടിയൂറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് എമ്രുവിനെ ഞാൻ താഴെ വിട്ടതും അവന് അറിയാമെന്നുള്ള അവൻ്റെ സ്വന്തം വീട് പോലെ ഇവിടെ കിടന്ന് മണിച്ചിത്രത്താഴിൽ ഗംഗ കിടന്ന് ഓരോന്ന് കാണിക്കൂലേ, മാലയും വളയൊക്കെ കണ്ടിട്ട്, അതുപോലെ എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ കറങ്ങി തിരിഞ്ഞതാണ്. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ കയറ്റി ഇരുത്തി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം അവന് കളിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഇടിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കറി ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു റീക്കടയിൽ ഇടിയപ്പവും പിന്നെ റീക്ക പൊറോട്ടയും കൂടെ മേടിച്ചു. അപ്പോൾ രാവിലെ റീക്കൊക്കെ ഓഫീസിൽ കൊണ്ടുപോവുകയും ചെയ്യാം, ഞങ്ങൾക്കും ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് MRIയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോയത്. ഇനി കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. നൈഫ് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, വെക്കൂല.
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കണ്ട, ഇത്രയും ഞങ്ങൾ ചെറിയൊരു കേക്കാണ് മേടിച്ചത്. ഞങ്ങൾ 3 പേരും കൂടെ ഇനി കട്ട് ചെയ്യാൻ പോകാൻ, അല്ല നമ്മൾ 3 പേരും അല്ല, ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോഴത്തേക്ക് റീക്ക പാട്ടിട്ടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യലേ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി ലേറ്റായി. എമ്രൂനാണെങ്കിൽ കണ്ടില്ലേ, അവൻ്റെ ക്ഷമ നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവന് കണ്ട ഉടനെ തന്നെ കേക്ക് വേണം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യം തന്നെ എമ്രൂന് കൊടുത്തു കേക്ക്. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു, പിന്നെ റീക്കാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ കുറച്ച് കൊടുത്തിട്ട് ബാക്കി എടുത്ത് നാളെ ഇനി കട്ട് ചെയ്ത് കഴിക്കാമെന്നും പറഞ്ഞ് മാറ്റിയൊക്കെ വെക്കാൻ വേണ്ടി പോയപ്പോൾ എമ്രു ഭയങ്കര ബഹളം. അവൻ ഇനിയും കേക്ക് വേണമെന്നോ. 2-3 ദിവസമായിട്ട് ഈ കേക്കില്ല തന്നെ പലതരത്തിലുള്ള വെറൈറ്റി കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ടേസ്റ്റ് പിടിച്ചതായിരിക്കും, അതുകൊണ്ട് അവന് മതിയാവുന്നില്ല. അങ്ങനെ കുറച്ച് കൂടുതൽ പിന്നെ അവന് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, എന്തായാലും ബർത്ത്ഡേക്ക് മേടിച്ചതല്ലേ, വച്ചിരുന്നിട്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വേസ്റ്റാക്കി കളയാനാണോ, അവനെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച്, ഞങ്ങൾ ഇടിയപ്പവും പൊറോട്ടയും അതുപോലെ തന്നെ ഞാൻ വല്ല കുറുമയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. രാത്രിയായപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, അതാണ് ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവ്. പിന്നെ അതുമല്ല, ഒരു ബൾബ് ഇവിടെ പോയിരിക്കുകയാണ്, റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീൻ ചെയ്യാൻ നേരം ഇവൻ ഉറങ്ങാൻ വേണ്ടി നല്ല പോലെ ലേറ്റായി. അതുകൊണ്ട് തന്നെ വെട്ടമൊക്കെ, അതായത് ലൈറ്റൊക്കെ പോയിരുന്നു. നാച്ചുറൽ ലൈറ്റിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അതൊക്കെ പോയി. ഉള്ള ലൈറ്റിലേക്കാണ് ഞാൻ എടുത്തത്. അതാണ് മൊത്തത്തിലൊരു ഡാർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് ബെറ്റർ ആക്കി എടുക്കാം അല്ലേ. ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ആദ്യം കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ പുറത്തിരിക്കുന്ന ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് റീക്കടയിൽ പറഞ്ഞത്. സോ ഗൈസ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല. കേക്ക് കട്ടിങ് ഞാനും എമ്രവും റീക്കയും മാത്രമായിട്ട് നമ്മളൊരു കുട്ടി ഫാമിലി കേക്ക് കട്ടിങ് ആയിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, കോമൻറ്റും ചെയ്തേക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ബിലേറ്റഡ് വിഷ് ഒന്ന് മെസ്സേജായിട്ട് അയച്ചേക്ക് കോമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാവേ.